നമസ്കാരം. ഫേസ്ബുക്ക് പേജിലൂടെ അപമാനിച്ച സംഭവത്തിൽ പരാതിയുമായി യുവ സംവിധായകനും ചടയമംഗലം സ്വദേശിയും ഷോർട്ട് ഫിലിം നിർമ്മാതാവുമായ അനസ് കടന്നൂർ. ചടയമംഗലത്തെ സജീവ് എന്ന ആളിനെതിരെയാണ് അനസ് കടന്നൂർ ചടയമംഗലം പോലീസിൽ പരാതി നൽകിയത്. ഗുരുതരമായ ആരോപണങ്ങളാണ് അനസ് കടന്നൂർ സജീവിനെതിരെ ഉന്നയിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ മോശം ഇടപെടലുകളാണ് ഇയാൾ നടത്തുന്നതെന്നും തെളിവുകൾ ഉൾപ്പെടെ തന്റെ കൈവശമുണ്ടെന്നും അനസ് പറഞ്ഞു. സാമൂഹിക മാധ്യമത്തിൽ അശ്ലീല പോസ്റ്റ് ഇട്ടതിന് കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസുണ്ടായിരുന്നു. മറ്റൊരു കേസിൽ ചടയമംഗലം പോലീസും കേസെടുത്തിട്ടുണ്ടെന്നും അനസ് പറയുന്നു. വ്യാജമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് തനിക്കെതിരെ പേര് പറയാതെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതെന്നും അനസ് പറഞ്ഞു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതിനെ ചടയമംഗലത്തെ ഓട്ടോ ഡ്രൈവറും യുവ സംവിധായകനുമെതിരെ ആരോപണവുമായി കുടുംബം എന്ന തലക്കെട്ടോടു കൂടിയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് സജീവ് നടത്തിയതെന്ന് അനസ് പറഞ്ഞു. അപകീർത്തികരമായ രീതിയിൽ പരാമർശം നടത്തിയതിന് ചടയമംഗലം പോലീസിൽ പരാതി നൽകി. തുടർന്ന് കോടതി നടപടികളിലേക്ക് പോകുമെന്നും 10 ലക്ഷം രൂപയ്ക്ക് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും അനസ് പറഞ്ഞു. യാഥാർത്ഥ്യം ഈ ഒരു വാർത്തയുമായിട്ട് യാതൊരു ബന്ധം പോലും എനിക്കോ എൻ്റെ കൂടെ ഉള്ളവരെന്ന് പറയുന്നു ഇല്ല. രണ്ടാമത്തെ കേസിട്ട് ഈ വാർത്ത വന്നത് ഇന്നലെ രാത്രി ഒരു 8 മണിയോട് കൂടിയാണ്. ഇന്നലെ 8 മണിക്ക് കണ്ണങ്കോട് ദേവീക്ഷേത്രത്തിൽ ഞങ്ങൾ ടീം ഫൈറ്റിംഗ് കേസിൻ്റെ ഒരു ആൽബത്തിൻ്റെ പ്രകാശനം ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ വാർത്ത വരികയും ഒരു 2 മണിക്കൂറിനുള്ളിൽ അത് ഡിലീറ്റ് ചെയ്യപ്പെടുകയും. പക്ഷേ എന്നാൽ ആ വാർത്തയുടെ ലിങ്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കറങ്ങുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് എന്നെ വിളിച്ചായിരുന്നു. എൻ്റെ പേര് അതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ചടയമംഗലത്തെ ഓട്ടോ ഡ്രൈവറും സംവിധായകനുമാകും അത് എന്നെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരുപാട് പേരെ വിളിക്കുകയും ചെയ്തായിരുന്നു. ഇതാണ് ആ വന്ന വാർത്ത സംഭവം. വന്നേക്കെന്ന് പറയുമ്പോൾ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്നു. ചടയമംഗലത്ത് ഓട്ടോ ഡ്രൈവർ യുവ സംവിധാനം ഉൾപ്പെടെയുള്ള സംഘത്തിനെതിരെ ആരോപണമായ കുടുംബം. അങ്ങനെ ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി വിളിച്ചു. ഈ വാർത്ത കൊടുത്ത ആളിനെ വിളിച്ചായിരുന്നു ഇന്നലെ രാത്രി തന്നെ. വിളിച്ചപ്പോൾ പറയുന്നത് കുണ്ട്രയുള്ള ഒരു സന്തോഷ്, അതുപോലെ തന്നെ വേറെ ആരെയൊക്കെ പേര് പറയാൻ. ആ കക്ഷി ഈ കുണ്ട്രയുള്ള സന്തോഷിനെ ഇപ്പോൾ വിളിച്ചപ്പോൾ പുള്ളിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. പുള്ളിയെ ഞാൻ ആരെയും കൊണ്ട് പരിചയപ്പെടുത്തിയിട്ടുമില്ല, ആരെയും പരിശോധിച്ച് കൊടുത്തിട്ടുമില്ല. അത് പുള്ളി ഇപ്പോൾ വിളിച്ച റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ട്. രണ്ടാമത് ഇന്ന് ഈ വ്യാജ വാർത്ത കൊടുത്ത ട്രൂത്ത് വിഷൻസ് ന്യൂസ് ചടയമംഗലം സജീവിനെതിരെ ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി പെറ്റീഷൻ കൊടുക്കുകയും പെറ്റീഷൻ്റെ റിസിപ്റ്റാണിത് പെറ്റീഷൻ കൊടുക്കുകയും അവിടെ നിന്നും കോടതിയിൽ ഫയൽ ചെയ്ത് കോടതി മുഖാന്തരം FIR രജിസ്റ്ററാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപാട് വ്യാജ വാർത്തകൾ ഈയിടെ ഈ ചടയമംഗലം സജീവ പറഞ്ഞ വ്യക്തി സ്വന്തം ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടെന്ന് പറഞ്ഞ് ആരെയും അപകീർത്തിപ്പെടുത്താമെന്നൊരു വിചാരം പുള്ളി കുറേ ആളുടെ ഉണ്ട്. ഒരുപാട് വ്യാജ വാർത്തകൾ പുള്ളി നൽകിയിട്ടുമുണ്ട്. ഈ ഇടയ്ക്ക് തന്നെ പുള്ളിയുടെ പേരിൽ തന്നെ ഒരു FIR ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളി നഗ്നാത പ്രശ്നം ഒരു വീഡിയോ എടുത്ത് പുള്ളിയുടെ അവയവത്തിൻ്റെ വീഡിയോ എടുത്ത് ഒരു കടക്കൽ എൻ്റെ ഗ്രാമം കടക്കൽ ഗ്രൂപ്പ് ഇടുകയും അത് കേസാവുകയും അതുപോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തനെ അടിച്ച ഒരു FIR വ്യാജവാർത്ത കൊടുത്ത കേസുകളെല്ലാം പുള്ളിയുടെ പേരിൽ നിലവിലുണ്ട്. അപ്പോൾ ഇതും ഒരു വ്യാജ വാർത്തയാണ് ഈ അയച്ചേക്കുന്നത്. ഇത് എന്നെ അപകീർത്തിപ്പെടുത്താൻ ഇന്നലെ നമ്മുടെ ഈ കക്ഷി ഒരു വർഷം മുമ്പ് വരെ ഈ ഡീപ് ഫൈറ്റിംഗ് കേസ് നടന്ന് നമ്മളെ കൂടെ നിന്ന് വ്യക്തിയാണ്. പുള്ളിയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് പുള്ളി അതിൽ നിന്നും പറഞ്ഞു വിട്ടതാണ്. പുള്ളി രാത്രി 1 മണി കഴിയുമ്പോഴത്തേക്ക് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി പല ആൾക്കാരെയും വിളിച്ച് പല പല വീഡിയോസ് അയച്ചു കൊടുക്കും, ഫോട്ടോസ് അയച്ചു കൊടുക്കും, പല പല ഇതാണ്. അപ്പം എനിക്കത് ഒരു ബുദ്ധിമുട്ടായി. ഒരുപാട് പേര് എന്നെ വിളിച്ച് നിനക്കും കൂടെ മോശപ്പേരാവെന്ന് പറഞ്ഞ സ്ഥിതിക്കാണ് ഞാൻ പുള്ളിയിൽ നിന്ന് ഒഴിവാക്കി വിട്ടത്. അതിനുശേഷം അങ്ങോട്ട് ഇങ്ങോട്ട് പുള്ളി എന്നെ നിരന്തരം വേട്ടാടിക്കൊണ്ടിരിക്കുകയും ഈ പറഞ്ഞത് ഇന്നലത്തെ കേസ് കേട്ട് ഇന്നലെ കണ്ണങ്കോട് അമ്പലത്തിന്റെ ഈ ആൽബത്തിന്റെ പ്രകാശനത്തിന്റെ ഒരു പോസ്റ്റർ ഗ്രൂപ്പിൽ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഈ ഒരു വാർത്ത കൊടുത്തിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ പുള്ളി അത് ഡിലീറ്റ് ചെയ്യും. പക്ഷെ ഇതിന്റെ ആ ലിങ്ക് ഒരുപാട് ഗ്രൂപ്പിൽ കിടന്ന് ഇറങ്ങുകയും ഒരുപാട് പേര് എന്നെ വിളിക്കുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സന്തോഷ് കുണ്ട്ര കുറച്ചും എന്നെ വിളിച്ചായിരുന്നു. പുള്ളി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഫോണിക്കുള്ള പരിചയമുള്ളൂ. പുള്ളി പോലും ഇത് അറിഞ്ഞിട്ടില്ല. ഇവർ കഴിഞ്ഞ ആഴ്ച ഈ വാർത്ത കൊടുത്ത വ്യക്തിയും അല്ല അവിടെ ഒരു കഥയുടെ ആവശ്യത്തിന് വേണ്ടി അവിടെ പുള്ളി പോയി കാണുകയും അവിടെ നിന്ന് എന്തൊക്കെ കേട്ടറിഞ്ഞാണ് ഇവിടെ വന്ന് ഇങ്ങനെ വാർത്ത കൊടുത്തത്. അല്ലെങ്കിൽ പുള്ളി പറയട്ടെ ഞാൻ ഏത് കുടുംബത്തിൽ പൈസ വാങ്ങിച്ചാൽ ഇന്ന അത് കൊടുത്തു, അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ, അതൊന്നുമില്ല. ഒരു വാർത്ത വിട്ടു നമ്മളെ അപമാനിക്കും എന്നാണ് പുള്ളിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ പുള്ളിക്കെതിരെയുള്ള ഒരുപാട് സംഭവങ്ങൾ പുള്ളി ഏറ്റവും കൂടുതൽ ഇവിടെ ഒരുപാട് പേർക്ക് മെസ്സേജ് അയച്ചതായാലും വീഡിയോ കൊടുത്തതായാലും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉണ്ട്, സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ കിടപ്പുണ്ട്. അപ്പം
അങ്ങനെയുള്ളൊരു വ്യക്തി ഈ ഒരു വാർത്ത സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന നമ്മളെ കുറിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് പുള്ളി ഈ രാത്രിയിൽ ഈ പുള്ളിയുടെ നഗ്നതാ പ്രദർശനം പല പല ആൾക്കാർക്കും രാത്രി അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തിട്ട് രാവിലെ പുള്ളി പറയുന്നത് പുള്ളിയുടെ ഫോൺ ആരോ ഹാക്ക് ചെയ്തെന്നാണ് പറയുന്നത്. പക്ഷെ പുള്ളി രാവിലെ പറയും എൻ്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്ത്, പുള്ളി അറിയാതെയാണത് പോയെന്ന് പറയും. പുള്ളി സ്ഥിരം പരിപാടിയാണ്. പക്ഷെ അതുപോലെ അല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ സമൂഹത്തിൽ ഒരു അച്ചടക്കമായി ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ നമ്മളെ ഇതുപോലുള്ള ഒരു വാർത്ത കൊടുത്ത് അപമാനിക്കാൻ ശ്രമിച്ചതിനെതിരെ ജനങ്ങളും ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ഇതുപോലുള്ള മാധ്യമപ്രവർത്തകരെ പറയാക്കൂല, ഒരു മാധ്യമപ്രവർത്തകൻ അടിച്ച കേസിൽ അസോസിയേഷൻ വരെ പുറത്താക്കിയ വ്യക്തിയാണ്. സ്വന്തം അസോസിയേഷൻ പുറത്താക്കിയ വ്യക്തി ഇപ്പോഴും കാട് നോക്കി നടക്കുന്നു. പക്ഷെ അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ എത്ര നാളും നിങ്ങൾ ഇവരൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കും? ഇവരൊക്കെ ഒറ്റപ്പെടുത്തണം. ഇവർക്കൊന്നും ഒരു വാർത്ത വിളിച്ച് കൊടുക്കരുത്. സമൂഹത്തിന് ഒറ്റപ്പെടുത്തണം ഇതുപോലെയുള്ള ആൾക്കാർ. ഇത്രയും പറയാനുള്ള കാര്യം, ഇതുപോലൊരു വാർത്ത ഇനി ഒരാൾക്കും കൊടുത്ത് ആരെയും ഉപദ്രവിക്കരുത്. നന്ദി.